ആ ഒരു അസുരൻ അവിടെ നിൽക്കണു. അസുരൻ മാത്രല്ല അസുരത്തെയും കൂടി ഉണ്ടോ. ആ താടിക്ക് കയ്യും കൊടുത്ത് നിൽക്കണ കണ്ടില്ലേ. എടാ കൊള്ളരുതാത്തോനെ, ഞാൻ തന്നെ ഇപ്പൊ നേരെയാക്കാന്ന് പറഞ്ഞ ഭീമൻ അങ്ങോട്ട് ചെന്ന് ആ ഭഗനെ വധിച്ചു. ഭഗനെ വധിച്ചപ്പോ ഏകചക്രയിലുള്ള എല്ലാവർക്കും വളരെ സന്തോഷായി. എന്താ അത്രയും നാൾ ഉപദ്രവം ചെയ്തിട്ടുള്ള ആളാ, അവന്റെ കഥ കഴിച്ചപ്പോ സന്തോഷായി. സന്തോഷായിട്ടുള്ള വരവാണ്. വരവ് മാത്രല്ല, ചെവി കടിക്കാനായിട്ടുള്ള വരവാ. എല്ലാവരും കൂടി വർത്തമാനമൊക്കെ പറഞ്ഞു. അല്ലേ പാണ്ഡവന്മാര്, ബ്രാഹ്മണര്, നിങ്ങൾക്ക് ഇവിടെ കൂടാ. ഈ ഭവനത്തിങ്കല് നിങ്ങളുടെ ഭവനം എങ്ങനെയാണോ അതുപോലെ ഈ ഭവനം കണക്കാക്കിയിട്ട് ഇവിടെ വസിക്കാം എന്ന് പറഞ്ഞ് അവര് ബ്രാഹ്മണ വേഷം കെട്ടിയിട്ട് അങ്ങനെ നടക്കുന്നു. ആ സമയത്താണ് അവിടത്തേക്ക് ചില വഴിനടത്തക്കാരായിട്ടുള്ള ആളുകൾ വന്നു. ഓ, നിങ്ങൾ വർത്തമാനം എന്ന് പറഞ്ഞില്ലേ, എന്ത് വർത്തമാനം? ഞങ്ങള് ഒരു യാത്രയ്ക്ക് പോവാ. എന്ത് യാത്ര? ഇനിയായ കാര്യം അറിയാൻ ബാക്കിയുണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. അതെന്താ, അവിടെ പാഞ്ചാല മഹാരാജാവിന്റെ പുത്രി പാഞ്ചാലിയുടെ വിവാഹം അവിടെ ഉറപ്പിച്ചു. ഉറപ്പിക്കൽ കഴിഞ്ഞോ? ഉറപ്പിക്കൽ കഴിഞ്ഞിട്ടില്ല. പിന്നെയോ അതൊരു വീര പരീക്ഷയായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആരാണോ വീര പരീക്ഷയിൽ ജയിക്കണത് അവർക്ക് പാഞ്ചാലിയെ കൊണ്ടുപോവാന്നാ. എന്നാ നിങ്ങൾ ഞങ്ങളുടെ കൂടെ പ്രഭാതത്തിൽ വരുന്നുണ്ടോ ബ്രാഹ്മണര്? ഇവരുടെ പാണ്ഡവന്മാരാണെന്നൊന്നും ഇവർക്കറിയില്ല, വേഷന്മാരെ നടത്തുകയുള്ളോ. നിങ്ങൾ അങ്ങടല്ലേ പോണത്, എന്നാ നിങ്ങളുടെ കൂടെ ഞാനും വരാം. അങ്ങനെ അവര് പുറപ്പെട്ടു പോണ വഴിക്ക് ചിത്രരഥൻ എന്നു പേരോട് കൂടിയിട്ടുള്ള ഒരു ഗന്ധർവനെയും ജയിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി, എന്താ ഈ അമ്മയും കൂട്ടിയിട്ട് പോയാൽ നന്നാവില്ല. എന്താ ഈ 5 പൊണ്ണന്മാരും അമ്മയും കൂടി കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താ അത് പാണ്ഡവന്മാരാണെന്ന്. അങ്ങനെ അവരെന്ത് ചെയ്തു? കുന്തിദേവിയെ ഒരു കുലാലന്റെ ഭവനത്തിലിരുത്തി. കുന്തിദേവി, അക്ഷരം മാറരുത് കേട്ടോ, അക്ഷരം മാറിയാൽ അപകടമാണ്. ആ കുന്തിദേവിയെ കുലാലന്റെ ഭവനത്തിങ്കിൽ ഇരുത്തിയെന്ന് മാത്രല്ല, അവരാ സ്വയംവര രാജധാനിയിലെത്തി. ആ എത്തിയ സമയത്താണ് ഉത്സവോദയ മഹാഘോഷ കഥം കഥ്യതേ. ഈ ഉത്സവോദയ മഹാഘോഷത്തെ പറ്റിയിട്ട് എങ്ങനെയാ പറയാ? അത്രയും കേമായിട്ടുള്ള ഉത്സവമാണ് അവിടെ നടക്കുന്നത്. അതെന്താ, ഏത് കാര്യവും നന്നാവണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താ, അതിനൊരു കൂട്ടായ്മ ഉണ്ടാവണം ഇല്ലേ? ഇവിടെ അതുള്ളതുകൊണ്ടാണല്ലോ ഈ ആളുകളൊക്കെ വന്നേക്കണത്. അതില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ആരും ഉണ്ടാവില്ല. ഈ കൂട്ടായ്മയുടെ ഒരു വിജയമാണ് ഇവിടേക്ക് കാണുന്നത്. അങ്ങനെ ആവാൻ കാരണം എന്താ? ഇവിടുത്തെ നേതൃത്വം വന്നു. ഇവിടെ ആരാ? പാഞ്ചാല മഹാരാജാവാ. അദ്ദേഹം എന്താ ചെയ്തത്? പുത്രിയുടെ വിവാഹം ഒട്ടും കുറയ്ക്കരുത്, വളരെ ആഘോഷാവണം എന്ന് നിശ്ചയിച്ച് ഓരോരുത്തരെയും വിളിച്ച് ഓരോ ഉത്തരവാദിത്തങ്ങൾ, ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം നോക്കി ആർക്കൊക്കെ എന്തൊക്കെയാ പറ്റുകയെന്നുള്ളത്. ഈ ഇരിക്കുന്ന ആളെ എന്താ ഏൽപ്പിക്കാം? അദ്ദേഹത്തെ പൊതുമരാമത്തിന്റെ കാര്യമൊക്കെ ഏൽപ്പിക്കാം. അങ്ങോട്ട് നോക്കണേ, എൻ്റെ മുഖത്തല്ല അവിടെ നോക്കാൻ. അദ്ദേഹം മരാമത്തിന് പറ്റിയ ആളാണ്, ഓരോന്നൊക്കെ വെച്ച് കെട്ടി ഉണ്ടാക്കാനും പിടിക്കാനൊക്കെ പറ്റിയ ആളാണ്. അദ്ദേഹമൊക്കെ വേണ്ട പോലെ ചെയ്തോളും. ഉത്സാഹിയായിട്ടുള്ള ആളാണ്, അദ്ദേഹത്തെ ഏൽപ്പിക്കാം. ഇനി എന്താ വേണ്ടത്? ധനകാര്യം. അതിനാരെയാ പറ്റിയ? ഈ ഇരിക്കുന്ന ആള് തിരക്കേടില്ല. ഇനി ആ ധനത്തിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? മുഖത്ത് ഭാവം എന്താന്ന് മനസ്സിലാവില്ല. ധനകാര്യത്തിന്റെ കാര്യം നോക്കണം കേട്ടോ. നോക്കുന്നാണോ ഇല്ലാന്നാണോ ഒന്നും മുണ്ടിയാലല്ലേ ഇത് മനസ്സിലാവുള്ളൂ. ധനകാര്യം അവിടെ ഏൽപ്പിക്കാം. ഇനി എന്താ വേണ്ടത്? ആഭ്യന്തരം. അതിനാരെയാ പറ്റിയ? അത് ഈ മീശക്കാരൻ തിരക്കേടില്ല. അദ്ദേഹത്തെ കണ്ടാൽ തന്നെ ആളുകളൊന്ന് പേടിക്കും. ഒരു സേനാനായകന്റെ ഛായയൊക്കെ ഉണ്ട്. ഒരു സൈന്യാധിപൻ, അദ്ദേഹത്തെ ഏൽപ്പിക്കാം. ഇനി എന്താ വേണ്ടത്? ഭക്ഷണത്തിന്റെ കാര്യം. അതിനാരെയാ പറ്റിയ? അത് ഈ തിരുവണ്ടിക്കാരനെ ഏൽപ്പിക്കാം. ഭക്ഷണത്തിന് പറ്റിയ ആളാ അദ്ദേഹം, കണ്ടറിയാം. എടാ കേമ, തൻ്റെ ഭക്ഷണത്തിന്റെ അല്ലേട്ടോ വരുന്ന ആളുകളുടെ ഭക്ഷണത്തിന്റെ കാര്യം ഇവിടെ ഏൽപ്പിക്കാം. ഇനി എന്താ വേണ്ടത്? മുഖ്യനായിട്ടൊരാള്. അതിൻ്റെ മുന്നേ ആഭ്യന്തരവും കൂടി കുറച്ചും കൂടി കേമാവണം. അതിനാരെയാ പറ്റിയ? ഇയാളെയും കൂടി ഏൽപ്പിക്കാം. ഇയാൾ ഉത്സാഹിയായിട്ട് മുന്നാക്കം വന്നിരുന്നിട്ട് ഇനി പരിഭ്രമം ഉണ്ടാവരുത്. ഇതിപ്പോ എന്താ വെച്ചാൽ ഈ തെരഞ്ഞെടുക്കണതിൻ്റെ ഒരു സമയമാണല്ലോ. സ്ഥാനം കൊടുത്തില്ലെങ്കിൽ ആളുകൾ തെറ്റിപ്പോണ കാലം. അപ്പോ ചില ആളുകൾ കേട്ടില്ലേ, അവിടെ നിന്ന് മാറി ഇങ്ങോട്ട് വന്നു, സ്ഥാനം കിട്ടാത്തതുകൊണ്ട് മാറി വന്നു എന്നൊക്കെ കേട്ടില്ലേ. അതുകൊണ്ട് അദ്ദേഹത്തെ ഏൽപ്പിക്കാം. എന്താ വേണ്ടത്? മുഖ്യനായിട്ടൊരാള്. അതിനാരെയാ പറ്റിയ?
അത് ഈ കട്ടിമീശക്കാരൻ തിരക്കേടില്ല. അദ്ദേഹത്തിന്റെ വേഷം തന്നെ മന്ത്രിയാവാനുള്ള ഒരു വേഷമൊക്കെയാ. ശുഭ്ര വസ്ത്രമൊക്കെ ആയിട്ട് അദ്ദേഹം പുറപ്പെട്ടേക്കണത്. അദ്ദേഹത്തിന് അറിയാം ഇവിടെ വന്ന സ്ഥാനം കൊടുക്കുന്ന. അതുകൊണ്ട് മുഖ്യനായിട്ട് അദ്ദേഹത്തെ ഏൽപ്പിക്കാം. ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു. ഇനി ആളുകളെ ഏൽപ്പിച്ചാൽ മാത്രം പോരാ, പിന്നെയോ ചെയ്യണുണ്ടോന്നും കൂടി നോക്കണം. എന്താ, തന്റെ പുത്രിയുടെ വിവാഹം ഒട്ടും കുറയരുത്. ദേഹക്കാരൊക്കെ വന്നിട്ടുണ്ട്. ദാദാ കിടന്നു പരിഗണന. ഇതിന്റെ ഇടയിൽ കൂടെ ദേഹക്കാര് കുറേശ്ശെ വന്നിട്ടുണ്ട്. ഇത് വിളമ്പാൻ വന്ന സാധനമാണെന്നാ തോന്നുന്നത്. തെക്ക് വടക്ക് നടന്ന് പോവുക. ഇവിടെ വിളമ്പേണ്ട കാര്യമൊക്കെ നോക്കണം കേട്ടോ. നോക്കാം. അദ്ദേഹം നോക്കിക്കോളും. ഞാൻ പറഞ്ഞോന്ന് മാത്രം ഒക്കെ കണ്ടറിയാൻ ചെയ്ത് ചെയ്യണമൊക്കെയാ. ഇനി ഭക്ഷണത്തിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ, രാജാക്കന്മാര് മുഴുവൻ വരണത്. അപ്പൊ കുറയ്ക്കരുത് ഭക്ഷണം. എല്ലാ ഭക്ഷണവും വേണം. എന്തൊക്കെയാ വിഭവങ്ങളുള്ളത്? എല്ലാ വിഭവങ്ങളും ഉണ്ട്.